ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമായ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ ഒരു ചെറിയ ധ്യാനത്തിനായി ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 15 to 33. പരീശന്മാർ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ഭാഗം. ഇത് 3 സുവിശേഷങ്ങളിലും കാണാം. എന്താണ് അവർ ചോദിച്ചത്? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? ഇവിടുത്തെ പരാമർശം കരം കൊടുക്കുന്നതിനെ പറ്റിയാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം, ശരി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വിരോധമുണ്ടാകും. കാരണം യഹൂദന്മാർക്ക് ഒരു രാജാവേ ഉള്ളൂ, ദൈവം. അവർ അവിടെ യേശുവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ താൻ ഗുരുവാണ്, സത്യവാനാണ്, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, മനുഷ്യരുടെ മുഖപക്ഷം നോക്കാത്തവൻ, ഇതൊക്കെ മുഖസ്തുതിയായി പറയുന്നതാണ്. അവർ പുറമേ ഭക്തിയും അകമേ യുക്തിയും കൊണ്ടു നടക്കുന്നു. അതറിഞ്ഞ യേശു അവരെ വിളിക്കുന്നു, കപടഭക്തിക്കാരെ. പരീശന്മാർ ഒറ്റയ്ക്കല്ല, ഹെരോദ്യരെ കൂട്ടുപിടിച്ച്. ആരാണ് ഈ ഹെരോദ്യർ? യഹൂദന്മാരിലെ മതസംബന്ധമായ വിഭാഗമല്ല, രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ, റോമാ സാമ്രാജ്യത്തെ അനുകൂലിക്കുന്നവർ, രാജാക്കന്മാരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നവർ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് അവരുടെ ഉദ്ദേശവും അറിയുന്നു. ഇവിടെ ആ കെണിയിൽ നമ്മുടെ കർത്താവ് വീഴുന്നില്ല. കർത്താവ് പറയുന്നു, കരത്തിനുള്ള നാണയം കൊണ്ടുവരിക. ഈ സ്വരൂപവും ഇതിലെ എഴുത്തും ആരുടേത്? പുരാതന കാലം മുതൽ രാജത്വത്തിന്റെ ചിഹ്നമായിരുന്നു നാണയം. അതിന്റെ ഒരു വശത്ത് രാജാവിന്റെ ഛായയും ഉണ്ടായിരുന്നു. അത് കാണിച്ച് കർത്താവ് അവരോട് ചോദിക്കുന്നു, ഇത് ആരുടെ ചിത്രം? കൈസരുടേത്. ഉടൻ കർത്താവിന്റെ മറുപടി, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക. കൂടെ പറയുന്നു, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എത്ര മഹത്തായ ഒരു ഉപദേശം! ഒരു ക്രിസ്ത്യാനിക്ക് 2 ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഉത്തമ പൗരന്മാരായി ഇരിക്കുക, അതോടൊപ്പം നിത്യരാജ്യത്തിന്റെയും ഉത്തമ പൗരന്മാരായി ഇരിക്കുക. നമ്മുടെ വിശ്വാസം നിലനിർത്തണം. വിശുദ്ധ യൂദാ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനായി നാം പോരാടണം. കാരണം ദൈവത്തെക്കാൾ അധികമായി മനുഷ്യരെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമല്ല. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മുറുമുറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മുറുമുറുക്കും. 2 പത്രോസ് 2:16-17. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിപ്പിൻ. ദൈവത്തിന്റെ പുത്രൻ ദൈവമായിരിക്കെ മനുഷ്യാവതാരം എടുത്തവൻ, ലോക ജീവിതത്തിൽ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവൻ, എന്നാൽ എപ്പോഴും പിതാവിന്റെ ഹിതമനുസരിച്ച് മാത്രം ജീവിച്ചു. നമുക്ക് പിന്തുടരാൻ മഹത്തായ മാതൃക വെച്ചേച്ചുപോയി. കാഹളനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുവാനിരിക്കുന്നു. നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം. ലെറ്റ്സ് പ്രേ. Heavenly Father, thank you for this day. O Lord, guide us in your words. Help us to be quick to listen, slow to speak, and understand the perspectives of other people who talk to us. Bless us in this word of God. Encourage us and help us to be good witnesses for you. In Jesus' name, amen.